ക്രിക്കറ്റ് ലോകത്തിപ്പോൾ തരംഗമാകുന്നത് ഒരു ബാറ്ററുടെ സിക്സറുകളോ അല്ലെങ്കിൽ ഒരു ബൗളറുടെ തീതുപ്പുന്ന പന്തുകളോ ഒന്നുമല്ല. മറിച്ച് ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ നടന്ന ഒരു വാർത്താ സമ്മേളനമാണ്. പാകിസ്ഥാൻ സൂപ്പർ ലീഗ് ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവിടെ അരങ്ങേറിയത് തികച്ചും നാടകീയമായ രംഗങ്ങളായിരുന്നു. നായകനായി എത്തിയ ഓസീസ് ഇതിഹാസം ഡേവിഡ് വാർണർ പാക് താരങ്ങളായ ഷഹീൻ അഫ്രീദിക്കും മുഹമ്മദ് റിസ്വാനും നൽകിയത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ശകാരമായിരുന്നു. സംഭവം നടന്നത് ബുധനാഴ്ചയാണ്. PSL 11ാം സീസണിന് മുന്നോടിയായുള്ള ഔദ്യോഗിക ക്യാപ്റ്റന്മാരുടെ മീറ്റ്. വേദിയിൽ 8 ടീമുകളുടെയും നായകന്മാരുണ്ട്. കറാച്ചി കിങ്സിന്റെ നായകനായ ഡേവിഡ് വാർണർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതീവ ഗൗരവത്തോടെ മറുപടി നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്തിരുന്ന ഷഹീൻ ഷാ അഫ്രീദിയും മുഹമ്മദ് റിസ്വാനും സൗദ് ഷക്കീലും വാർണറുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിന് പകരം പരസ്പരം സംസാരിക്കുകയും ഉറക്കെ ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ പ്രൊഫഷണലിസം പേറുന്ന വാർണർക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പലവട്ടം അദ്ദേഹം അവരെ നോക്കിയെങ്കിലും പാക് താരങ്ങൾ തങ്ങളുടെ തമാശകളിൽ മുഴുകി. ഒടുവിൽ വാർണർ തന്റെ സംസാരം പാതി വഴിയിൽ നിർത്തി. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനോട് അദ്ദേഹം ക്ഷമ ചോദിച്ചു. എന്നിട്ട് പാക് താരങ്ങളിലേക്ക് തിരിഞ്ഞ്, എന്താണ് ഇവിടെ പ്രശ്നം സുഹൃത്തുക്കളെ, ക്ഷമിക്കണം, ഇവിടെ ചില സ്കൂൾ കുട്ടികളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. വാർണറുടെ ഈ പരിഹാസം അക്ഷരാർത്ഥത്തിൽ ഗദ്ദാഫി സ്റ്റേഡിയത്തെ നിശബ്ദമാക്കി. വാർണറുടെ ഈ സ്കൂൾ കുട്ടികൾ പരാമർശം കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ഷഹീൻ അഫ്രീദിയും റിസ്വാനും പതറിപ്പോയി. ഒരു നിമിഷം കൊണ്ട് ആ ചിരി മാഞ്ഞു. വേദിയിൽ അമ്പരപ്പ് പടർന്നു. വാർണറുടെ കൂടെയുള്ള മറ്റൊരു ഓസീസ് താരം മാഗ്നസും ആ സമയം അവിടെ ഉണ്ടായിരുന്നു. താൻ സംസാരിക്കുമ്പോൾ സഹതാരങ്ങൾ കാണിച്ച അച്ചടക്കമില്ലായ്മയെ പരസ്യമായി കളിയാക്കി നാണം കെടുത്താനാണ് വാർണർ തീരുമാനിച്ചത്. ഈ വീഡിയോ നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ കാട്ടുതീ പോലെ പടർന്നു കഴിഞ്ഞു. ഇത്തവണ കറാച്ചി കിങ്സിന്റെ നായക സ്ഥാനത്ത് വലിയ പ്രതീക്ഷയോടെയാണ് 39-കാരനായ വാർണർ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തിന് ഒരു ഉദാഹരണമാണ് ഈ സംഭവം പാകിസ്ഥാൻ ക്രിക്കറ്റിലെ അച്ചടക്കമില്ലായ്മയുടെ ആഴം വ്യക്തമാക്കുന്നു. മുതിർന്ന താരങ്ങൾ പോലും ഗൗരവകരമായ ചർച്ചകൾക്കിടയിൽ തമാശയും പരിഹാസവുമായി ഇരിക്കുന്നത് പ്രൊഫഷണലിസത്തിന് നിരക്കാത്തതാണ്. ഓസ്ട്രേലിയൻ താരങ്ങൾ തങ്ങളുടെ ജോലിയെയും ഔദ്യോഗിക ചടങ്ങുകളെയും എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നതിൻ്റെ പാഠമാണ് വാർണർ അവിടെ പഠിപ്പിച്ചത്. ബാറ്റ് കൊണ്ടല്ല, തൻ്റെ പക്വതയാർന്ന പെരുമാറ്റം കൊണ്ടാണ് വാർണർ അവിടെ ഹീറോ ആയത്. വാർണറുടെ ഈ ശകാരം സോഷ്യൽ മീഡിയയിൽ പാക് ആരാധകർക്കിടയിൽ പോലും വലിയ ചർച്ചയായിട്ടുണ്ട്. സ്വന്തം നായകന്മാരുടെ നിലവാരമില്ലാത്ത പെരുമാറ്റത്തിൽ പാക് ക്രിക്കറ്റ് പ്രേമികൾ തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. കളിക്കളത്തിൽ മാത്രമല്ല, പെരുമാറ്റത്തിലും പാക് താരങ്ങൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം.